ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും ജാറാസ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു റൈസ് റെസിപ്പിയാണ്. ഗ്രീൻ ചിക്കൻ പുലാവാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഒരു 1 പോട്ട് ഈസി ചിക്കൻ പുലാവിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയ്ക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള റെസിപ്പി ഒന്ന് കാണാം. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഞാൻ ഇതിൻ്റെ മാരിനേഷന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് പുതിനയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റ് ലീവ്സ് ഏകദേശം ഒരു 2-2.5 പിടിയോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4 പച്ചമുളകും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മൾ 1 കിലോ ചിക്കൻ പീസസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ അരച്ചെടുത്ത നമ്മളുടെ ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത തൈര്, ഒരു ചെറുനാരങ്ങയുടെ നീരുമാണ്. ഈ ചെറുനാരങ്ങയുടെ നീര് നമ്മൾ പുതിന അരയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചിക്കൻ മാരിനേഷന് വേണ്ടി എടുക്കുന്നത്. ഇനി നമുക്കിതിനെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒരു 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് റെഡിയാക്കി, നല്ല ഗ്രീൻ ചിക്കൻ നമ്മളുടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി റൈസിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോവാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പിൽ വെച്ച് ചൂടായി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാല ഐറ്റംസ് ആണ്. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 കഷണം പട്ട, ഗ്രാമ്പൂ, അതുപോലെ 2-3 ബേ ലീഫ്, ഒരു സ്റ്റാർ അനീസ് ഒക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത് 3 വലിപ്പമുള്ള സവാള, ഇടത്തരം വലിപ്പമുള്ള 3 സവാള കനം കുറച്ച് നീളത്തിനരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ പുലാവൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ടൈപ്പിൽ ഉണ്ടാക്കുന്ന പുലാവിന് ഉള്ളി നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവുന്നിടം വരെ വഴറ്റി കൊടുക്കണം. നമ്മളുടെ ഈ ഉള്ളി നല്ല ചുവട് കെട്ടിയുള്ളത് കൊണ്ട് അതൊന്ന് ബ്രൗൺ കളറായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കും. പക്ഷെ അടിയിൽ പിടിക്കത്തുമില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ റെസിപ്പീസൊക്കെ കാണാനും അത് പരീക്ഷിക്കാനും ഒക്കെ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണേ. അപ്പോൾ നമ്മളുടെ ഉള്ളി ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ആ ഒരു പരുവത്തിലെത്തിയിട്ടുണ്ട്. നല്ലൊരു കളർ ചേഞ്ച് നമ്മളുടെ ഈ ഉള്ളിക്ക് വരണം. അതുകൊണ്ട് തുടരെ നിങ്ങൾ ഇളക്കി കൊടുക്കണ്ട. കുറച്ച് സമയം ഇടവിട്ട് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 7-8 പച്ചമുളകാണ്. പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടിയോ കുറച്ചോ ചേർത്ത് കൊടുക്കുക. കാരണം നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ഇതിൽ വേറെ പൊടികളോ ഒന്നും യൂസ് ചെയ്യുന്നില്ല. പച്ചമുളകിൻ്റെ എരിവ് മാത്രമാണ്. അതുകൊണ്ട് അതിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മുളകൊക്കെ ഒന്ന് വാടുന്നത് വരെ നമുക്കൊന്നുകൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ഉള്ളിയുടെ കളറ് ഏകദേശം ഒരു ബ്രൗൺ കളറിനോട് അടുത്ത് വന്നിട്ടുണ്ട്. ആ ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഇത്രയൊക്കെ ഒരു കളറാകുമ്പോൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി കളറാവുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആ ഒരു കളർ എത്തുന്നതിന് ശേഷമാണ് നമുക്കിതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത്. ആ ഒരു സമയത്ത് തന്നെ നമ്മൾ അരി നന്നായിട്ടൊരു ബസ്മതി റൈസാണ് നമ്മൾ എടുക്കുന്നത്. അതിനെ നന്നായിട്ട് കഴുകി ഒരു 5-6 തവണ കഴുകി അതിൻ്റെ പശ മുഴുവനും കളഞ്ഞതിന് ശേഷം ഒരു 10 മിനിറ്റ് നേരം അതിനെ സോക്ക് ചെയ്യാനായിട്ട് ഈ ഒരു സമയത്ത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമ്മളുടെ ഉള്ളി ഏകദേശം നമുക്ക് വേണ്ട ആ ഒരു പാകത്തിനെത്തി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ചിക്കനും നന്നായിട്ട് ആ ഒരു മാരിനേഷനൊക്കെ നന്നായിട്ടായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കനെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ തൈരൊക്കെ ചേർത്തിരിക്കുന്നുണ്ട്. ആ ഒരു ചിക്കനിൽ കുറച്ച് അതിൻ്റെ ഒരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ അത് മുഴുവനായിട്ടും നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അഡീഷണലായിട്ട് നമ്മൾ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ടതില്ല. എന്നിട്ട് ആ ഒരു ഗ്രേവിയിൽ തന്നെ ആ ചിക്കൻ അടച്ചു വെച്ച് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. ഉപ്പ് നമ്മൾ പാകത്തിന് ആദ്യമേ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിലേക്ക് അഡീഷണലായിട്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം.
അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് വേവുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പുലാവിന് വേണ്ടിയിട്ട് ഞാൻ 2 സൈഡ് ഡിഷ് ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ വേവുന്ന സമയത്ത് നമുക്ക് അത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് ഗ്രീൻ ചട്നിയാണ്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്, 3 പച്ചമുളകും, ഒരു 4 അല്ലി വെളുത്തുള്ളിയും, ഒരു 1/4 കപ്പ് തൈരും എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. മല്ലിയിലയും പുതിനയിലയും തുല്യ അളവിനെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കൂടുതലോ കുറവോ ആവാം. ഏതെങ്കിലും ഒരു ഐറ്റമാണ് ഉള്ളതെങ്കിൽ അതാണെങ്കിലും മതിയാകും. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു. അപ്പോൾ നമ്മളുടെ ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഉണ്ടാക്കേണ്ടത്, നമ്മളോട് കുറേ പേര് മന്തിയുടെ കൂടെ ഉണ്ടാക്കുന്ന സൽസയുടെ റെസിപ്പി ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ അതും ചെയ്യുകയാണ്. ഒരു 2 തക്കാളി ഞാൻ കഷ്ണങ്ങളായിട്ട് മുറിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, അതുപോലെ കുറച്ച് മല്ലിയില. ഇത് ഇത്രയാണ്. അതായത് 2 തക്കാളിക്ക് 2 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു 2 നുള്ള് ജീരകം, കുറച്ച് മല്ലിയില. ഇത് ഇത്രയാണ് നമുക്ക് ഈ ഒരു സൽസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് വേണ്ടത്. ഇനി ഇതിനെ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 സൈഡ് ഡിഷും റെഡിയായി. നമ്മളുടെ ചിക്കനും ഏകദേശവും വേവായി. നമ്മൾ ചിക്കൻ ഒരു 3/4 വേവാവുന്നത് വരെ നമുക്കതിനെ കുക്ക് ചെയ്തിട്ട് ബാക്കി നമ്മൾ റൈസിനൊപ്പമാണ് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗാലക്സി ബ്രാൻഡിൻ്റെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്, വൈറ്റ് സെല്ല റൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കഴുകി വൃത്തിയാക്കി ഊറ്റിയെടുത്ത റൈസാണ്. അതിന് നമ്മൾ ഈ ഒരു ചിക്കൻ്റെ മുകളിലേക്ക് ഇതുപോലെ തട്ടിക്കൊടുത്ത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി വെച്ച് കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിൽ നമ്മൾ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തിളച്ച വെള്ളം നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഒരു ഭാഗത്ത് ചിക്കൻ റെഡിയാക്കുമ്പോൾ തന്നെ ആ ഒരു വെള്ളവും കൂടെ തിളപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ ആ ഒരു വെള്ളം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ നമുക്കിതിനെ കുറച്ച് സമയം കുക്ക് ചെയ്യണം. ആവശ്യത്തിന് റൈസിന് വേണ്ടിയിട്ടുള്ള ഉപ്പ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ആദ്യം ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിലും അതിനുശേഷം മീഡിയം ഫ്ലെയിമിലും ലാസ്റ്റത്തെ ഭാഗം എത്തുമ്പോൾ സിം ആയിട്ട് നല്ല ലോ ഫ്ലെയിമിലും ആക്കി വേണം നമ്മൾ റൈസ് ഉണ്ടാക്കാൻ. അത് ഏത് റൈസിനാണെങ്കിലും ഈ ഒരു 3 സ്റ്റെപ്പിൽ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ അരി വെന്ത് കുഴയുകയോ അടിയിൽ പിടിക്കുകയോ ഒന്നും ചെയ്യില്ല. അപ്പോൾ നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വേവിച്ച് റെഡിയാക്കി എടുക്കാം. ഇതിപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വലിയൊരു പ്രോസസ്സ് പോലെ തോന്നുമെങ്കിലും നിങ്ങൾ ഈ റെസിപ്പി ആയിട്ട് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളുടെ റൈസ് ഇതാ റെഡിയായി, വെള്ളമൊക്കെ വറ്റി നല്ല ദമ്മായിട്ട് വന്നിട്ടുണ്ട്. നമ്മളതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ചോറൊക്കെ ഒന്നിനോടൊന്നും ഒട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് പ്രിപ്പറേഷൻ ടൈമും ആ ഒരു അരമണിക്കൂർ മാരിനേഷൻ ടൈമും ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം വളരെ മടി പിടിച്ചിട്ടുള്ള ദിവസങ്ങളിൽ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു ലഞ്ച് റെഡിയാക്കണമെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു പരിപാടി ചെയ്തെടുക്കാം. 10 മിനിറ്റിൽ ചെയ്തെടുക്കാമെന്നൊന്നും ഞാൻ പറയുന്നില്ല, എന്നാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം. എല്ലാവരും ഒരു തവണയെങ്കിലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നെ അറിയിക്കുക. ഈ സൈഡ് ഡിഷുകളും ചെയ്ത് നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബൈ. അസ്സലാമു അലൈക്കും.